ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലെ വ്ളോഗാണ് കാണാൻ പോകുന്നത്. ഇത് മുട്ടത്തോട് ഫോൺ, ഇത് ശനിലോ ലോകക്കോഴി. ദിസ് ഈസ് റെയിനോക്ക് ബോൺ അഗെയിൻ. ദിസ് ഈസ് ഓക്കെ ഗൈസ്, നമുക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് കാണാം. ഇനി നേരെ എന്റെ വീട്ടിലോട്ട് പോകാം. ക്രിസ്റ്റഫർ കോന്തോണ്ടി നടക്കുകയാണ് ഗൈസ് ഫ്രണ്ടിലോട്ട്. ഇനി നമുക്ക് നേരെ ഹലോ ഗൈസ് നമ്മൾ വീണ്ടും തുടങ്ങിയാണ് ഗൈസ്. ക്രിസ്റ്റോഫ് എന്റെ വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്യണം പറഞ്ഞു ഗൈസ്. അപ്പൊ നമ്മൾ നേരെ എന്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇതാ കണ്ട ആ കൊളന്തോണ്ടി പോയി നേരെ പോകുന്നത് കണ്ടോ ഗൈസ്? ഇനി നമുക്ക് എന്റെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. നീ എവിടെ പോണു ക്രിസ്റ്റോഫേ? ഗൈസ്, നമ്മളുടെ മൊബൈൽ ചാർജ് ഇല്ല ഗൈസ്. നമ്മൾ എഫിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എഫിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ എഫിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ട്യൂഷൻ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ഈ കുളന്തോണ്ടി പൈല് പറഞ്ഞ നമുക്ക് നേരെ ഒരു വ്ളോഗ് എടുക്കാം. അപ്പൊ ഞങ്ങൾ സമ്മതിച്ചു ഗൈസ്. വെരി വെരി പവർഫുൾ. ഇതാണ് നമ്മുടെ ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളുടെ മിഷൻ അൽസാബത്തിന്റെ വീട്ടിൽ പോവുക, പിന്നെ കിരണിന്റെ വീട്ടിൽ പോവുക, പിന്നെ ഫുട്ബോൾ കളിക്കുക. എങ്ങനെയാണ് ഫുഡ് ഫ്രീ ആയിട്ട് കഴിക്കുന്നത്? അത് തന്നെ ഗൈസ്. ഹൗ ടു ഈറ്റ് ഫുഡ് ഹോസ്റ്റലി. ഹോസ്റ്റലിൽ നമുക്ക് എങ്ങനെ ഫുഡ് കഴിക്കാനാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ. ഇവനാണെങ്കിൽ വേറെ ഏതുകൊണ്ട് ഒരുത്തന്റെ വീട്ടിൽ പോയി ഇന്ന് ഫുൾ എങ്ങനെയാ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാനാണ്. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ എത്തിരി കാണാം ഗൈസ്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മൊബൈലിൽ ചാർജ് ഇല്ല ഗൈസ്. ചാർജ് ഇല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടമാണ് ഗൈസ്. ട്യൂഷൻ ക്ലാസ് മൊത്തം ബഹളമായിരുന്നു ഗൈസ്. ചാർജ് ശ്രദ്ധിക്കാൻ മറന്നുപോയി. ചാർജ് തീരാണെങ്കിൽ പണിയാവും ഗൈസ്. പിന്നെ വ്ളോഗ് അതിനെടുക്കും ഗൈസ്. നമുക്ക് പിന്നെ കാണാം. എഫിനെ കണ്ടില്ല ഗൈസ്. വീട്ടിലോട്ട് ചാർജ് എടുക്കാൻ പോയതാണ് ഗൈസ്. ചാർജ് എടുത്ത് കഴിയോ എന്തോ. ഷെഫിനെ കണ്ടില്ല ഗൈസ്. നമ്മൾ എഫിൻ്റെ വീട്ടിൽ എത്തിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ എഫിൻ്റെ അമ്മ. ഓക്കെ ഗൈസ്, എഫിന് വരുന്നതായിരിക്കും. എന്തോ എടുക്കാൻ പോയതാണ് അകത്ത്. എടുത്തിട്ട് കാണാം ഗൈസ്. ഗൈസ്, നമ്മളോട് റെയിനോക്ക് മാമൻ വരാണ്. ഞാൻ അങ്ങനെ പിന്നെ തിരിച്ചെത്തി ഗൈസ്. ഇതാണ്ടേ മൊബൈലിൽ ചാർജ് ഇല്ല ഗൈസ്. എന്തിരി ശോകാവസ്ഥ. എന്തിരി പറയാനുണ്ട്? അതെ ഗൈസ്, എന്നാ നമ്മുടെ വീഡിയോ ചെറിയൊരു സൈക്കിൾ സ്റ്റണ്ട് ഉണ്ടാക്കിയാലോ? വേണ്ട, അത് നാളെ. ഇന്ന് ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാം. ദാറ്റ് ഈസ് ദി കണ്ടന്റ് ഓഫ് ടുഡേ. ഓക്കെ ഗൈസ്. എഫിൻ്റെ വീട്ടിലുണ്ട്. വലിയൊരു വീടാണ് ഗൈസ്. വണ്ടർഫുൾ വീട്. എഫിൻസ് വണ്ടർഫുൾ ഹൗസ്. മൊബൈൽ ചാർജ് ചെയ്താൽ പണിയാവും ഗൈസ്. ഇതാണ് നമ്മുടെ കുളന്തോണ്ടിയുടെ വീട്. കുളന്തോണ്ടിയുടെ വീടല്ലേ ഗൈസ്. എൻ്റെ വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ഉണ്ട് ഗൈസ്. എടുത്തു നോക്കൂ ഗൈസ്. നിങ്ങൾ എന്താണ് അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമന്റ് ഇടും. ലൈക്ക് സബ് ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യുന്നതാണ്. ഫസ്റ്റ് വീഡിയോയിലെ കണ്ടന്റ് തെണ്ടി നടക്കുകയായിരുന്നു. ഇന്ന് നമുക്കൊരു കണ്ടന്റ് ഉണ്ട്. ഹൗ ടു ഈറ്റ് ഫുഡ് ഹോസ്റ്റലിൽ എങ്ങനെ ഫുഡ് കഴിക്കാം. നമ്മളിനി അടുത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കമന്റ് ഇടുന്ന ആളുടെ ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഫുഡ് ചാലഞ്ച് നടത്തുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. മൊബൈൽ ചാർജ് ചെയ്താൽ നമ്മൾ 3G ആവും ഗൈസ്. ഗൈസ്, നമ്മൾ എഫിൻ മാമ വന്നിട്ടുണ്ട് ഗൈസ്. വെരി പവർഫുൾ. ചാർജിൽ കുത്തിയിട്ട് സംസാരിക്കുകയാണ്. മൊബൈലിൽ ചാർജ് കുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഗൈസ്. വല്ലാത്ത കഷ്ടം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കിയാലേ പുതിയ ഫോൺ ഓടിക്കാൻ പറ്റും ഗൈസ്. മൊബൈലിൽ ചാർജ് പിടിച്ചിരിക്കും. മാമനുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ കൊണ്ടാണ് അൽസാബത്തിന്റെ വീട്ടിൽ പോകുന്നത്. എന്റെ വീട്ടിൽ കൊണ്ടാക്കണം ഗൈസ്. യെസ് ഗൈസ്.
ഗൈസ് എൻ്റെ സൈക്കിൾ ഒന്ന് ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. എൻ്റെ സൈക്കിൾ ഒന്ന് ചെയ്യണേ ഗൈസ്. വെരി വണ്ടർഫുൾ കണ്ടന്റ് ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. കുട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഗൈസ് ഞാനൊരു യൂട്യൂബർ ആയിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് MR.LuffyFF. അത് പിന്നെ അമ്മയൊക്കെ പറഞ്ഞ് അങ്ങനെ ചാനലൊന്നും വേണ്ടാവുന്നുണ്ട്, ഞാൻ നിർത്തി. ഇനി എന്തെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ പറ ഗൈസ്. നിങ്ങൾ പറയുന്ന കണ്ടന്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്, ഉറപ്പായിട്ട് ചെയ്യും. അടുത്തത് നമ്മൾ ഒരു കമന്റ് ഇടുന്ന ഒരാളുടെ പേര് കമന്റ് ഇടുമ്പോൾ നമ്മൾ ആ ലെറ്റർ വെച്ച് നമ്മൾ ഫുഡ് ചാലഞ്ച് ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക്. ഓക്കെ, സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക്, ഷെയർ ഓൾസോ. എന്നിട്ട് ഇവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ പാവം. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ അൽസാബത്തിന്റെ വീട്ടിൽ പോകാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അൽസാബത്തിന്റെ വീട്ടിലേക്ക് പോകാം. ആദ്യം നമ്മൾ റൈനോക്കിന്റെ വീട്ടിൽ റീമോനിന്റെ വീട്ടിൽ പോകുന്നു. യെസ് ഗൈസ്, നമ്മൾ ആദ്യം റൈനോക്കിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ക്രിസ്റ്റോഫിന്റെ വീട്ടിൽ പോകും ഗൈസ്. അതിനുശേഷം നമ്മൾ അൽസാബത്തിന്റെ വീട്ടിൽ പോകും. ഇന്ന് കിരൺ നമ്മൾ കൂട്ടത്തില്ല. എന്നിട്ട് നമ്മൾ ക്രിസ്റ്റോഫിന്റെ വീട്ടിൽ പോകും. അതിനുശേഷം നമ്മൾ എവിടെ പോകും? ക്രിസ്റ്റോഫിന്റെ വീട്ടിൽ പോയതിനു ശേഷം അത് തന്നെ ക്രിസ്റ്റോഫിന്റെ വീട്ടിൽ പോയതിനു ശേഷം കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, എന്നിട്ട് റെയിനോ അൽസാബത്തിന്റെ വീട്ടിൽ വരുന്നെന്ന് പറയുന്നത് ഗൈസ്. അപ്പൊ ഗേൾസ് എല്ലാവരും എവിടെ പോകും? അന്ന് നമ്മൾ നേരെ അൽസാബത്തിന്റെ വീട്ടിൽ പോകും. അപ്പൊ നമുക്ക് ഇനി ഞാൻ സൈക്കിളിൽ കയറി ഇരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് എന്നെ ക്രിസ്റ്റോഫ് ഇരുത്തിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഫ്രണ്ടിൽ റെയ്നോക്ക്, അതിൻ്റെ ബാക്കിൽ ജുവാന, അതുപോലെ തന്നെ രമ്യ, പിന്നെ എബിത, പിന്നെ ഞാനും ക്രിസ്റ്റോഫ് പോയിട്ട് നമ്മൾ റെയ്നോക്കിന്റെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. കണ്ടോ? നിങ്ങൾ പനി വീടാ. എന്നിട്ട് ഗൈസ് നമ്മൾ നേരെ ക്രിസ്റ്റോഫിന്റെ വീട്ടിൽ പോകുന്നതായിരിക്കും ഗൈസ്. വീട്ടിൽ പോയാ ആ ക്രിസ്റ്റോഫേ കാല് കാല് റെയ്നോക്കെ വേഗം പോണം റെയ്നോക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ ഗൈസ് നമ്മൾ റെയ്നോക്കിന്റെ വീടിന്റെ അടുത്തെത്താറായി ഗൈസ്. ഇനി ഒരു സ്റ്റോറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ റെയ്നോക്കിന്റെ വീട്ടിലത്. റെയ്നോക്ക് അത് തന്നെ ഗൈസ്. പൈസ പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല. വരും. റെയ്നോക്കിന്റെ അമ്മയുടെ കടയാണ് ഗൈസ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ആഹാരങ്ങളൊക്കെ കിട്ടും ഗൈസ്. അമ്മയുടെ കടയാ? ഓ ഇല്ല. അങ്ങനെ ഗൈസ് നമ്മൾ A&A സ്റ്റോറിൽ പോകുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി റെയ്നോക്കിന്റെ വീട്ടിൽ പോകാം. ഗൈസ് അപ്പൊ നമ്മൾ റെയ്നോക്കിന്റെ വീട്ടിലോട്ടുള്ള യാത്ര തുടരുകയാണ്. റെയ്നോക്കിന്റെ വീടെത്താറായി ഗൈസ്. കണ്ടോ റെയ്നോക്കിന്റെ വീടെത്താറായി. ജുവാനയൊക്കെ ഓടിക്കൊണ്ട് വരികയാണ് ഗൈസ്. ഏതോ പട്ടി കടിക്കാൻ പോകുന്നുണ്ട് ഗൈസ് ജുവാനെ. ജുവാന ഓടിക്കൊണ്ട് വരികയാണ്. നമുക്കിനി നേരെ റെയ്നോക്കിന്റെ വീട്ടിലോട്ട് പോകാം. ഗൈസ് നമ്മൾ റെയ്നോക്കിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ നമ്മുടെ റെയ്നോക്കിന്റെ വീട്ടിലെത്താൻ ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടെ ബാക്കി ഗൈസ്. റെയ്നോക്കിന്റെ വീട് അടുത്തെത്തി. റെയ്നോക്കിന്റെ വീട് അടുത്തെത്തി ഗൈസ്. അപ്പൊ നമുക്കിനി റെയ്നോക്കിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലെത്താം ഗൈസ്. അങ്ങനെ നമ്മൾ റെയ്നോക്കിന്റെ വീട്ടിലെത്തി. ഇതാണ് റെയ്നോക്കിന്റെ വീട്. അങ്ങനെ ഗൈസ് എനിക്ക് എന്തിനാ മതല്ല സപ്പോർട്ട് വേണം. നീ ചരിഞ്ഞേരി പോണെന്തിന് നല്ല ഇല്ല ഞാൻ കേറില്ല. ഇല്ല ചന്തി കൊടുക്കിയിരിക്കണം. ആ പൊക്ക ഇല്ല പറ്റത്തില്ല. ഫോൺ ഇരിക്കുകയാണെങ്കിൽ മതിലിന്റെ സപ്പോർട്ട് ഉണ്ട്. ആ മതിലിൽ കൊണ്ടുപോകും ഗൈസ്. നമ്മൾ മതിലിന്റെ സപ്പോർട്ടിൽ. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ വീഡിയോ തുടങ്ങിയിരിക്കണം. എന്താ ആൻറ്റി നോക്കുന്ന? ഞങ്ങൾ വലിയ യൂട്യൂബേഴ്സ് ആവാൻ ആൻറ്റി സബ്സ്ക്രൈബ് ചെയ്യണം ആൻറ്റി കേട്ടാ. ഞങ്ങൾക്ക്
അങ്ങനെ അമ്മാമേനെ ഊക്കി വിട്ടിട്ടാണ് ഗൈസ് ഞങ്ങൾ വന്നത്. ഇനി നമുക്ക് അങ്ങനെ ഗൈസ് നമുക്ക് നേരെ കണ്ടാ ഗൈസ് റെയിനോക്കിന്റെ അവന്റെ കാലൊരിയുന്നതാ ക്രിസ്റ്റോ. നീ ചെരുപ്പില്ലാതെ ചവിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മഴ നനഞ്ഞ് ഞങ്ങളുടെ തീർത്ഥയാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പുറത്തെ സൈഡ് കൂടെ 2 ആൾക്കാർ വരുന്നു. ഇല്ല, ഇപ്പുറത്തെ സൈഡ് കൂടെ 4 ആൾക്കാർ വരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ക്രിസ്റ്റോഫിന്റെ വീട്ടിലോട്ടുള്ള തീർത്ഥയാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എവിടെ പോണ പാപ്പ? അങ്ങനെ ഗൈസ് നമ്മൾ ഇസൈന്റെ അപ്പാപ്പനെ ഒക്കെ കണ്ടിട്ട് വരികയാണ് ഗൈസ്. ഇസൈന്റെ അപ്പാപ്പനെ ഒക്കെ കണ്ട് ഇസൈന്റെ അപ്പാപ്പൻ സുഖം എന്നൊക്കെ പറഞ്ഞു ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇസൈന്റെ അപ്പാപ്പന്റെ റിയാക്ഷൻ. നോ റിയാക്ഷൻ ചാനലാണ് ഗൈസ് ഇസൈന്റെ അപ്പാപ്പ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്രിസ്റ്റോഫിന്റെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ പകുതി വഴി എത്തിയിരിക്കുകയാണ്. ഇനി 1 കിലോമീറ്റർ കൂടെ പോയാൽ ക്രിസ്റ്റോഫിന്റെ വീടെത്താം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വന്ന് വീണത് കണ്ടോ ഗൈസ്? ക്രിസ്റ്റോഫിന്റെ ഗൈസ് നമ്മൾ വന്ന് വീണത് കണ്ടോ ഗൈസ്? മഴ ആയതുകൊണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി ഗൈസ്. ബസ്സിൽ കയറി നമ്മൾ ക്രിസ്റ്റോഫിന്റെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. കാണാൻ പറ്റും കുറെ അമ്മാമ്മമാരും കുറെ ചാച്ചിമാരൊക്കെ നിൽക്കുകയാണ് ഗൈസ്. ക്രിസ്റ്റോഫിന്റെ വീട്ടിൽ പോകണം. വെൽക്കം ടു അവർ ചാനൽ. നമ്മള് എവിടെ പോകും? നമ്മള് ചെയ്തതാണ്. കൊട എടുത്തില്ല. അപ്പൊ ജുവാനെ ഗൈസ് ഇവിടെ ഭയങ്കര മഴയാണ്, ഒരു ലക്ഷ്യമില്ല. കണ്ടില്ലേ ഗൈസ് ഭയങ്കര മഴയാ. സൈക്കിളൊക്കെ ഒന്ന് കാറ്റ് കയറണം വീണു. ഭയങ്കര മഴയാ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴ. ഇതാണ്ട് നമ്മുടെ ചിരിച്ചോണ്ടി ഗൈസ്. നല്ല തണുക്കുന്ന ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഇവിടെ വലുതാണ്. ഈ മുറിച്ചേ കൂടെയാണ് ക്രിസ്റ്റോഫിന്റെ വീട്ടിൽ പോണ ഗൈസ്. അപ്പൊ നമുക്ക് 2-10 മിനിറ്റിനുള്ളിൽ മഴ തീരുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ക്രിസ്റ്റോഫിന്റെ വീട്ടിലോട്ട്. ഇവിടെ ഭയങ്കര ബഹളം ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിന്ന് കൃഷിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ അൽസാബിത്തിന്റെ വീട്ടിൽ പോകാം ഗൈസ്. നമുക്കിനി നേരെ ഇവനാണെങ്കിൽ നമ്മുടെ സംസാരിക്കാം ക്രിസ്റ്റിന്റെ അമ്മാമ്മയായിട്ട്. അപ്പൊ നമുക്കിനി നേരെ മൂക്ക് വെളുത്തിട്ട് ചെയ്യും കേട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ നേരെ അൽസാബിത്തിന്റെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. എനിക്ക് ഒറ്റക്കൈയിൽ ഓട്ടിക്കാൻ പറ്റത്തില്ല ഈ ഫോൺ പിടിച്ചിട്ട്. എനിക്ക് ഒറ്റക്കൈയിൽ ഓട്ടിക്കാൻ അറിയാം. ഹമ്പൊക്കെ എത്തുമ്പോഴേ നമ്മളുടെ അൽസാബിത്ത് സാമ്പാർ കാക്ക. ആ സാമ്പാറിന്റെ മറ്റോ നാട്ടാടാ പറ്റി. അങ്ങനെ നമ്മൾ അൽസാബിത്തിന്റെ വീട്ടിൽ തിരികെയാണ് കേസ്. കുറെ മുടുക്കൊക്കെ ചെയ്യാതെ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ് കേസ് ബ്രിട്ടീഷുകളിൽ. നമ്മൾ എഫിൻ മാമൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അമ്മക്ക് അവിടെ എത്തിയിട്ട് കാണാം.